ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ദിവസത്തെ വീഡിയോയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇന്നലെ രാവിലെ എനിക്ക് നല്ലൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ, നല്ല വെയിലും വെട്ടവും. ഇനിയിപ്പം ആ വെയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു മഴ ഇനിയിപ്പം അങ്ങ് പെയ്യത്തൊന്നുമില്ല, അത്രയ്ക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ. കാലാവസ്ഥ അങ്ങ് ചേഞ്ചായി, നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഇന്നലെ കൊച്ചിനെ സ്കൂളിൽ വിടാൻ പോയപ്പോഴത്തേക്കും കുടയൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും നല്ല മഴയെന്ന് പറയുന്നത് നല്ല അടാറ് മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം നനഞ്ഞ് വാരിയിട്ടാണ് ജംഗ്ഷനിലെത്തിയത്. അപ്പോൾ പിന്നെ അവിടെ നിന്നൊരു കടയിൽ കയറി നിന്ന് കേട്ടോ. കടയിൽ കയറി നിന്ന് പിന്നെ സ്കൂൾ വണ്ടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു. ആ സമയം മുതൽ ഈ സമയം വരെയും പിന്നെ മഴ അങ്ങോട്ട് പെയ്തതുമില്ല കേട്ടോ. ആ പെയ്ത മഴ തന്നെയാണ്. അപ്പോൾ ഇന്നലെ നനഞ്ഞ് ഊറ്റിയിട്ടാണ് എൻ്റെ കൊച്ച് ഇന്നലെ സ്കൂളിൽ പോയത്. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ കുറേ തുണികളൊക്കെ വാരി പൊടിയിട്ട് വെച്ചതൊക്കെ കഴുകി വാരി വെള്ളം തോരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വെയിൽ വന്ന ഒരു വിശ്വാസത്തിൽ കേട്ടോ. മഴ പെയ്യാൻ ഒരു ചാൻസും ഇല്ലായിരുന്നേ. ആ വെട്ടമൊക്കെ കണ്ടപ്പോഴത്തേക്കും വിചാരിച്ചു ഇനി മഴയേ ഇല്ല, മഴ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഉള്ള തുണികളെല്ലാം വാരി കഴുകിയത്. പക്ഷേ എൻ്റെ തുണികളെല്ലാം വീണ്ടും മഴവെള്ളം നനഞ്ഞ് പിന്നെ രണ്ടാമതൊന്നും കൂടി നല്ല വെള്ളത്തിൽ കഴുകി വാരി ഇടേണ്ടി വന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ഓട്സ് മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മച്ചിക്ക്. അങ്ങനെ ഓട്സൊക്കെ കാച്ചുന്നതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഉച്ചക്കലത്തേക്ക് കറികളും ഒക്കെ ആക്കണം. മീൻ കുറേ ദിവസം കൊണ്ട് മീൻ വേടിപ്പുണ്ട്, എന്നാലും കഴിപ്പില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മാത്രമായിരുന്നു മീൻ കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നും മീൻ കഴിക്കണം. മീൻ കഴിച്ച് തന്നെ എനിക്ക് ഊണ് കഴിച്ചേ പറ്റൂ എന്നൊരു വാശി. കാരണം ഒത്തിരി ദിവസമായി മീൻ കൂട്ടിയിട്ട്. അപ്പം മീൻ കഴിക്കാനൊരു കൊതി. അത് കാരണം ഇന്നിപ്പം മീൻ എന്തായാലും മത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് തേങ്ങയൊക്കെ അരച്ച് നമുക്ക് മെഴുക്കുരട്ടിയോ തോരനോ അങ്ങനെ എന്തെങ്കിലും പച്ചക്കറിയും കൂടെയൊക്കെ ആക്കിയിട്ട് ചോറുണ്ണാം. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കിയേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഓട്സൊക്കെ കാച്ചാനായിട്ട് വെച്ചിട്ട് നേരെ വന്നിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അതിൽ വഴുതനങ്ങ ഈ വെട്ട് കഷ്ണങ്ങളെല്ലാം അങ്ങ് ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജ് എത്ര ഇട്ടാലും അതൊന്നും അധികമായിട്ട് ഇരിക്കത്തില്ല. അതിങ്ങനെ ചെറിയ പൂപ്പൽ പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാനും കൊള്ളത്തില്ല. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മളിൽ നിന്നൊരു കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുമ്പളങ്ങ അതിന് ചൊരയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ചൊരയ്ക്കല്ല കേട്ടോ. അതൊരു നമ്മൾ പച്ചക്കറിയിലൊക്കെ കിടക്കുന്ന ഒരു തടിയങ്കാന്നൊക്കെ ഞങ്ങൾ പറയും, അനാവശ്യമായിട്ട് കിടക്കുന്നൊരു സംഭവം. അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും അതിലൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മളത് മൂക്കുന്നതിന് മുന്നേ അങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട്. അത് മെഴുക്കുരട്ടി അങ്ങനെ ആക്കാം. പക്ഷേ ഇന്നലെ അത് ആക്കിയിട്ടില്ലായിരുന്നു. കുറച്ച് വെണ്ടയ്ക്ക കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ അമരപ്പയറിൻ്റെ ഇടയ്ക്കൊക്കെ ഇട്ടിരുന്ന വെണ്ടയ്ക്കയാണ്. അപ്പോൾ അത് വാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഴുക്കുരട്ടാനൊന്നും കൊള്ളത്തില്ല. അതുകൊണ്ട് അതങ്ങ് എടുത്തിട്ട് മെഴുക്കുരട്ടി ആക്കാം. ബാക്കി പിന്നെ ഒരു ബീട്രൂട്ടും കുറച്ച് അമരപ്പയറും ആയിരുന്നു കേട്ടോ. ബാക്കി എല്ലാ പച്ചക്കറിയും നമ്മൾ സാമ്പാറും അവിയലും തോരനും ഒക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ക്യാബേജും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അത് നാളെയൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. ഇന്നിപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു പച്ചക്കറി മതിയല്ലോ അല്ലേ. പച്ചക്കറി കൂട്ടി മടുത്തെന്ന് പറയുന്നത് പോലെ ഇനിയിപ്പോൾ മീൻ അത് മതി. ഇനിയിപ്പോൾ എന്തായാലും എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും പോകാനുള്ള സമയമാകുമ്പോൾ പോവും, വരാനുള്ളത് എന്തായാലും വരും. അപ്പോൾ എന്തായാലും മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ മത്തിയായിരുന്നു. ചെറിയ മത്തി ഉണ്ടല്ലോ, ചാളയല്ല കേട്ടോ, മറ്റേ മത്തിയാണ്, ചെറിയ കുഞ്ഞ മത്തിയായിരുന്നു. അപ്പോൾ അത് ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെണ്ടയ്ക്ക കുറച്ച് നേരം ഉപ്പും മഞ്ഞളും വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് അത് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. രാവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇടിയപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടിയപ്പവും അതുപോലെ ഉള്ളിക്കറിയും ഒക്കെ ആയിരുന്നു രാവിലെ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് കൊച്ചിനെ പള്ളിയിൽ നിന്ന് സ്കൂളിലോട്ടൊക്കെ ആക്കിയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഈ സമയം വരെ കാപ്പി കുടിച്ചില്ലായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് പോയിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നു. നമ്മുടെ വാൾപേപ്പറിനെ പറ്റിയിട്ട് ചില കമൻറ്റ് മുന്നേ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. നമ്മളത് ഞാൻ വാൾപേപ്പറിനെ പറ്റി കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നല്ലേ. അതോ ഇനി പുതിയ കൂട്ടുകാരായിരിക്കാം വന്നത്, എനിക്ക് അത്ര അറിയാൻ വയ്യ കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാൾപേപ്പർ നമ്മൾ ഈ അടുക്കള ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുള്ള വാൾപേപ്പറിൻ്റെ കാര്യമാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് അങ്ങനെ വാങ്ങിച്ചൊട്ടിക്കുന്നത്. നമ്മുടെ അവിടെ മൊത്തം ഈ കരി പിടിച്ച് കിടക്കുമായിരുന്നു. കാരണം നമ്മുടെ വിറകടുപ്പല്ലേ, അതുകൊണ്ട് നല്ല കരിയായിട്ട് കിടക്കുന്നത് കൊണ്ട്
അങ്ങനെ വാങ്ങിച്ച ആ ഒരു വൃത്തികേട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ആ ഒട്ടിച്ച ഭാഗത്താണ് പൈപ്പ്. അതുകൊണ്ട് ആ പൈപ്പിൽ നിന്ന് ചെറിയ ചോർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളമൊക്കെ വീഴുന്നതും കൊണ്ട് ചെറുതായിട്ട് അവിടെ കീറിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കീറി പോകുന്നുണ്ട്. വേറെ നൈസ് പേപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്. ഇതധികം വിലയൊന്നുമില്ല. അപ്പം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. ഇത് നമ്മൾ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പം ഫ്ലിപ്കാർട്ടിൽ തന്നെ ഒരുപാട് വേറെ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിത് അത്യാവശ്യം മേടിച്ച് ഒന്ന് ആ ഒരു ഇതങ്ങ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചതാണ്. പക്ഷെ സംഭവം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും. ഞാനിപ്പോൾ ഈ ജോലി ചെയ്യുന്നില്ല, ഈ ഭാഗത്ത് നമ്മൾ ഗ്യാസൊക്കെ ഇരിക്കുന്ന ഈ ഭാഗത്ത് ഉള്ളതിന് യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഈ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇപ്പുറവശത്ത് ഒട്ടിച്ചിട്ടുള്ളതിൽ കുറേയൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അത് ഈ ഭാഗത്ത് കണ്ടില്ലേ, നമ്മൾ ആ ഒരു എൻഡ് വശങ്ങളിലൊക്കെ ചെറുതായിട്ട്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. സംഭവം അടിപൊളിയാണ്, കാണാനും ലുക്കാണ്. പക്ഷേ ഈ ഒരു എൻഡ് ഭാഗത്ത് ഈ വെള്ളം നനയുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവിടെ ചെറുതായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. ആ ഒരു എൻഡ് ഭാഗമൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് അവിടെ ഇല്ലാണ്ടിരിക്കുന്നത്, അവിടെയൊക്കെ കീറിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ടൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് നനച്ച തുണി കൊണ്ടിട്ട് മെല്ലെ ഒന്ന് തുടച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് എന്നും അതങ്ങ് നമ്മൾ വൃത്തിയാക്കുന്നത് പോലെ ഇരിക്കുമല്ല. നമ്മൾ എത്രത്തോളം വൃത്തിയാക്കുന്നോ അത്രത്തോളം നമ്മൾ സൂക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് കാലം നിൽക്കും കേട്ടോ. അപ്പോൾ വാൾപേപ്പറിനെ പറ്റി ചോദിച്ച ആളിൻ്റെ അടുത്താണ് കേട്ടോ പറഞ്ഞത്. ഷിജിനെയോ ആരാണ്, പഴയ വീഡിയോയാണ് കണ്ടത് ആൾ. അപ്പോൾ എന്തായാലും വാൾപേപ്പറിനെ പറ്റിയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് മേടിച്ചൊട്ടിച്ചത്, ഇതിന് കൂടുതലൊന്നും എനിക്ക് പറയാനൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല കേട്ടോ, നല്ല സാധനമാണ്. നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും ഇതിൻ്റെ ലാസ്റ്റ്. അപ്പം പിന്നെ ഇതേ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ കളയാൻ വേണ്ടിയിട്ട് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കുറച്ച് നാരങ്ങ നീരോ വിനെഗറോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ചേർക്കാം, അതുപോലെ മെഴുക്കുവരട്ടി ആക്കുമ്പോഴത്തേക്കും ചേർക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മീൻ കറിയാക്കി മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറിയും മെഴുക്കുവരട്ടിയും അതുപോലെ മീൻ പൊരിച്ചതും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇത്രയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടെയൊക്കെ ആക്കി എടുക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നലത്തെ കാലാവസ്ഥ അത്ര മോശമായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നലത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായി വരുന്ന കൂട്ടുകാരൊക്കെ പ്രത്യേകിച്ചും കമൻറ്റ് ഇടണേ. അപ്പോൾ ബൈ.